ടോപ്പിക് ആണ് ക്വാണ്ടം നമ്പേഴ്സ്. കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഏതെടുത്ത് നോക്കിയാലും ക്വാണ്ടം നമ്പേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പൊ എന്താണ് മക്കളെ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു ആറ്റത്തിന്റെ ഉള്ളിൽ ഇലക്ട്രോൺസ് എവിടെയാണ് കറക്റ്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാനായി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് നമ്പേഴ്സ് ആണ് എന്ത് ഈ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. അതായത് ഇലക്ട്രോണിന്റെ അഡ്രസ് ആണ്. അതായത് മക്കളെ നമുക്ക് എല്ലാവർക്കും ഓരോരോ അഡ്രസ് ഉണ്ടല്ലോ അല്ലെ. നമ്മുടെ അഡ്രസ് ഒരാൾ ചോദിച്ചാൽ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കുക? നമ്മൾ ഏത് ജില്ലയിലാണെന്ന് പറഞ്ഞു കൊടുക്കും, നമ്മളെ പഞ്ചായത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കും, അതേപോലെ തന്നെ നമ്മളെ വീട്ടിന്റെ പേര് പറഞ്ഞു കൊടുക്കും അല്ലെ. അതേപോലെ തന്നെ ഒരു ഇലക്ട്രോണിന്റെ കറക്റ്റ് എക്സാക്ട് പൊസിഷൻ കണ്ടുപിടിക്കണമെങ്കിൽ, ഒരു ആറ്റത്തില് ഒരു ഇലക്ട്രോണിന്റെ പൊസിഷൻ എക്സാക്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം അല്ലെ. ഓക്കെ, അപ്പോൾ അതേത് ഷെല്ലാണെന്ന് അറിയണം, അതേത് സബ് ഷെല്ലാണെന്ന് അറിയണം, അതേത് ഓർബിറ്റൽസിലാണെന്ന് അറിയണം, അതിന് ക്ലോക്ക് വൈസിലാണോ ആന്റി ക്ലോക്ക് വൈസിലാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ അറിയണം അല്ലെ. അപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ട്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ. ഓക്കെ, സോ നമുക്ക് പറയാം ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടം നമ്പേഴ്സ് ആർ ദ അഡ്രസ് ഓഫ് എൻ ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ അഡ്രസ് ആണ് എന്ത് ഈ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. These are certain numbers used to explain size, shape and orientation of orbitals. ഓക്കെ, അതായത് മക്കളെ ഏത് ഷെല്ലിലാണെന്ന് മനസ്സിലാവാം, അതേപോലെ ഏത് സബ് ഷെല്ലിലാണ്, ഏത് ഓർബിറ്റൽസിലാണ് ഇലക്ട്രോൺസ് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഈ ക്വാണ്ടം നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഓക്കെ, സോ നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ചെറിയൊരു കാര്യം അറിഞ്ഞിരിക്കണം. അതായത് ഒരു ആറ്റത്തിൽ ഷെൽ ഉണ്ടാവും അല്ലെ. ഓക്കെ, ഷെൽ ഉണ്ടാവും, ഷെല്ലിന്റെ ഉള്ളിൽ സബ് ഷെല്ലുകൾ ഉണ്ടാവും അല്ലെ. ഓക്കെ, സബ് ഷെല്ലിന്റെ ഉള്ളിലാണ് എന്ത് കാണപ്പെടുക? ഓർബിറ്റൽസ് കാണപ്പെടുക. എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഓക്കെ, അപ്പോ ഈ ഷെല്ലുകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഷെല്ലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇനി സബ് ഷെല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്, പി, ഡി, എഫ്, ഇതൊക്കെയാണ് സബ് ഷെല്ലുകൾ എന്ന് പറഞ്ഞാൽ. ഇനി ഓർബിറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് പി സബ് ഷെൽ ഉണ്ട്. എത്ര ഓർബിറ്റൽസ് ഉണ്ട്? പി എക്സ്, പി വൈ, പി സെഡ്. ഇനി ഡി ആണെങ്കിലോ ഡി എക്സ് വൈ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്, ഡി എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ, ഡി സെഡ് സ്ക്വയർ. ഓക്കെ, ഓർബിറ്റൽസ് നിങ്ങൾക്ക് അറിയാം. പി ആണെങ്കിൽ 3 ഓർബിറ്റൽസ് ഉണ്ട്, ഡി ആണെങ്കിൽ 5 ഓർബിറ്റൽസ് ഉണ്ട്, അറിയാമല്ലേ. ഓക്കെ, ഇനി ആ ഓർബിറ്റൽസിന്റെ ഉള്ളിലാണ് ആരെ കാണപ്പെടുക? നമ്മള് ഇലക്ട്രോൺസിനെ കാണപ്പെടുക കേട്ടോ. ഇലക്ട്രോൺസിനെ നമ്മൾ എവിടെയാണ് കാണപ്പെടുക? ഓർബിറ്റൽസിന്റെ ഉള്ളിലാണ്. ഈ ഓർബിറ്റൽസിന്റെ ഉള്ളിൽ ക്ലോക്ക് വൈസ് ആയിട്ടും ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇലക്ട്രോൺസുകൾ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ മക്കളെ അതായത് ഷെല്ലിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ തരുന്ന ക്വാണ്ടം നമ്പർ ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. നമ്മൾ ഓരോന്നായിട്ട് പഠിക്കാൻ പോവാണേ. ഓക്കെ, അപ്പോ ഷെല്ലിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ തരുന്ന ക്വാണ്ടം നമ്പർ ആണിത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. ഓക്കെ, ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് N എന്ന് പറഞ്ഞ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. N. ഓക്കെ, N. അപ്പോ ഷെല്ലിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. നമ്മൾ N എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. യെസ്, അപ്പോ N-ന്റെ വാല്യൂ എങ്ങനെ വരാം? 1 2 3 4 അങ്ങനെ വരാം. ഓക്കെ, അപ്പൊ N-ന്റെ വാല്യൂ 1 ആണെങ്കിൽ അത് കെ ഷെല്ല്, N-ന്റെ വാല്യൂ 2 ആണെങ്കിൽ അത് എൽ ഷെല്ല്, ഇനി M-ന്റെ വാല്യൂ 3 ആണെങ്കിൽ അത് എം ഷെല്ല്, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ക്വാണ്ടം നമ്പർ നമുക്ക് എന്തൊക്കെ നമുക്ക് വിവരങ്ങൾ തരുന്നുണ്ട്? അതായത് ഒരു ആറ്റത്തിന്റെ സൈസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇപ്പൊ N-ന്റെ വാല്യൂ 1 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, N-ന്റെ വാല്യൂ 1 ആണെങ്കിൽ ആ ആറ്റത്തിന്റെ സൈസ് ചെറുതാണെന്ന് പറയാം. അതായത് അതിനാകെ ഒറ്റ ഷെല്ലേ ഉള്ളൂ, കെ ഷെല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ സൈസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് തരുന്നുണ്ട് ആര്? ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ സൈസിനെ കുറിച്ചിട്ട് മാത്രമല്ല എനർജിയെ കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതായത് N-ന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് എന്താണ്? എനർജിയും എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട് കേട്ടോ. N-ന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ആറ്റത്തിന്റെ എന്താ ചെയ്യുന്നത്? എനർജിയും എന്ത് ചെയ്യുന്നുണ്ട്? കൂടുന്നുണ്ട്. അപ്പോ ഇതാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോ ഇലക്ട്രോൺ ഏത് ഷെല്ലിലാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഓക്കെ, N-ന്റെ വാല്യൂ തന്നാൽ ഇലക്ട്രോൺ ഏത് ഷെല്ലിലാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്ത എന്തായിരുന്നു? ഷെല്ല് കഴിഞ്ഞാൽ പിന്നെ സബ് ഷെല്ലിനെ കുറിച്ചിട്ട് നമുക്ക് അറിയണം. ഓക്കെ, ഏത് സബ് ഷെല്ലിലാണ് ആ ഇലക്ട്രോൺ ലൊക്കേറ്റ് ചെയ്യുന്നത് എന്ന് അറിയണ്ടേ? ഓക്കെ, അപ്പോൾ സബ് ഷെല്ലിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് തരുന്ന ക്വാണ്ടം നമ്പർ ആണ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. രണ്ടാമത്തെ ക്വാണ്ടം നമ്പർ ആണ് കേട്ടോ. ഓക്കെ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ.
ഓക്കെ, ഈ അസിമുത്തൽ ക്വാണ്ടം നമ്പർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എൽ എന്ന് പറഞ്ഞ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. എൽ എന്ന് പറഞ്ഞ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ ഏത് സബ്ഷെല്ലിലാണ് നമ്മുടെ ഇലക്ട്രോൺ ലൊക്കേറ്റ് ചെയ്യുന്നത് എന്ന ഇൻഫർമേഷൻ തരുന്നതാണ് എന്താ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ, ചെറിയൊരു ഇക്വേഷൻ, അതായത് ഏത് ഷെല്ലിലാണെന്ന് അറിഞ്ഞാൽ നമുക്ക് സബ്ഷെൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് L is equal to 0 to n minus 1, 0 to n minus 1 ആണ്. ഓക്കെ, അപ്പോ എന്നിന്റെ വാല്യൂ ഷെല്ലിന്റെ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് എന്താണ് 0 to n minus 1 എന്ന് കൊടുത്താൽ മതി. ക്ലിയർ ആണല്ലോ മക്കളെ? ഓക്കെ, ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നോക്കണേ, എല്ലിന്റെ വാല്യൂ 0, 1, 2 ഇങ്ങനെയൊക്കെ വരും. ഓക്കെ, അപ്പൊ എല്ലിന്റെ വാല്യൂ 0 ആണെങ്കിൽ അത് എസ് ഓർബിറ്റലും, എല്ലിന്റെ വാല്യൂ 1 ആണെങ്കിൽ അത് പി ഓർബിറ്റലും, ഇനി എല്ലിന്റെ വാല്യൂ ഡി ആണെങ്കിൽ അതെന്താ, എല്ലിന്റെ വാല്യൂ 2 ആണെങ്കിൽ അത് ഡി ഓർബിറ്റലും, അതേപോലെ തന്നെ എല്ലിന്റെ വാല്യൂ 3 ആണെങ്കിൽ അത് എഫ് ഓർബിറ്റലുമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്, ഇതാണ് നമ്മളെ അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത എന്താണ്? ഓക്കെ, ഏത് സബ്ഷെല്ലിലാണ് നമ്മൾ അറിഞ്ഞു അല്ലെ? ഏത് സബ്ഷെല്ലിലാണ് നമ്മൾ അറിഞ്ഞു. ഇനി നമുക്ക് എന്തറിയണം? അത് ഏത് ഓർബിറ്റലിലാണ് നമുക്ക് അറിയണ്ടേ അല്ലെ? അത് ഏത് ഓർബിറ്റലിലാണ് നമുക്ക് അറിയണം. ഓക്കെ, ഓർബിറ്റലിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ തരുന്ന ക്വാണ്ടം നമ്പർ ആണ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. ഈ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ നമ്മൾ എം എന്ന് പറഞ്ഞ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഓറിയന്റേഷൻ ആണ് ശരിക്കും പറയുന്നത് കേട്ടോ. അതായത് പി എന്ന് പറഞ്ഞ സബ്ഷെൽ ആണെങ്കിൽ അതിന് എത്ര ഓർബിറ്റൽസ് ഉണ്ട്? പി എക്സ്, പി വൈ, പി സെഡ് അല്ലെ? അപ്പൊ പി ആണെങ്കിൽ എന്തൊക്കെയാണ് മക്കളെ? പി എക്സ്, പി വൈ, പി സെഡ്. ഈ പി എക്സ്, പി വൈ, പി സെഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അതായത് എക്സ് ആക്സിസിലാണ് ആ ഒരു പി ഓർബിറ്റൽ ഓറിയന്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് പി എക്സ് ആണ്. ഓക്കെ, പി ഓർബിറ്റലിന്റെ ഷേപ്പ് എന്താ? ഡംബൽ ഷേപ്പ് ആണ് അല്ലെ? ഡംബൽ ഷേപ്പ് ആണ്. ഇതാണ് അതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ, ഡംബൽ ഷേപ്പ് ആണ്. ഓക്കെ, ഇനി വൈ ആക്സിസിലാണ് അത് ഓറിയന്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓക്കെ, വൈ ആക്സിസിലാണ് ആ പി ഓർബിറ്റൽ കിടക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയും? അത് പി വൈ ആണെന്ന് പറയും. ഇനി സെഡ് ആക്സിസിലാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയും? അത് പി സെഡ് എന്ന് പറയാം. ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മൾ ഡി ഓർബിറ്റലിന്റെ കേസിലും പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡി എക്സ് വൈ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്, ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ആൻഡ് ഡി സെഡ് സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഓർബിറ്റൽസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നതാണ് ഏത് ക്വാണ്ടം നമ്പർ? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അപ്പോൾ ഇവിടെ ശരിക്കും പറയുന്നത് ഓറിയന്റേഷനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇനി ഏത് ഓർബിറ്റലിലാണെന്ന് അറിഞ്ഞാൽ ഇനി എന്താണ്? ഏത് ഓർബിറ്റിലാണ് ഇലക്ട്രോൺ കിടക്കുന്നത് നമുക്ക് മനസ്സിലായി അല്ലെ? ഇനി ആ ഇലക്ട്രോൺ ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് മനസ്സിലാക്കണ്ടേ? ഓക്കെ, അപ്പോ അതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നതാണ് എന്താ? ലാസ്റ്റ് ക്വാണ്ടം നമ്പർ, അതായത് സ്പിൻ ക്വാണ്ടം നമ്പർ. ഈ സ്പിൻ ക്വാണ്ടം നമ്പർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എസ് എന്ന് പറഞ്ഞ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി എസിന്റെ വാല്യൂ +½ ആണെങ്കിൽ ഇലക്ട്രോൺസ് റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസിലും, ഇനി എസിന്റെ വാല്യൂ -½ ആണെങ്കിൽ നമ്മുടെ ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസുമാണ് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ അതിനു മുൻപ് മക്കളെ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ഏത് സബ്ഷെല്ലിലാണെന്ന് അറിഞ്ഞാൽ നമുക്ക് അത് ഏത് ഓർബിറ്റിലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് m = -L2 + L ഈ ഒരു ഫോമുല നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഓർബിറ്റൽസ് നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ ഇതാണ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഇലക്ട്രോൺസിന്റെ അഡ്രസ് ആണ് എന്താ ഈ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രോൺ എവിടെയാ കാണപ്പെടുക? ഷെല്ലിനുള്ളിൽ സബ്ഷെൽ ഉണ്ട്, സബ്ഷെല്ലിനുള്ളിൽ ഓർബിറ്റൽസ് ഉണ്ട്, ഓർബിറ്റൽസിന്റെ ഉള്ളിലാണ് ആര് കാണപ്പെടുന്നത്? ഇലക്ട്രോൺസ് കാണപ്പെടുന്നത്. ഷെല്ലിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്. ഇനി സബ്ഷെല്ലിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ്. ഇനി എന്താണ്? ഓർബിറ്റൽസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരുന്നത് എന്താണ്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ്. ഇനി ലാസ്റ്റ് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ക്വാണ്ടം നമ്പർ എന്താണ്? അത് സ്പിൻ ക്വാണ്ടം നമ്പർ ആണ്. ഓക്കെ, സോ ഇത്രയും ക്വാണ്ടം നമ്പേഴ്സ് ആണ് മക്കളെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അപ്പോൾ ക്വാണ്ടം നമ്പേഴ്സ് എന്താണെന്നും ഏതൊക്കെ ടൈപ്പ് ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടെന്നും എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. ക്വാണ്ടം നമ്പേഴ്സ് എന്ന കോൺസെപ്റ്റ് വളരെ അടിപൊളിയായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ ടോപ്പിക് താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.